വീണ്ടും ഒരു നല്ല ദിവസം നമുക്കൊരുമിച്ച് കാണാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് വചനം കേൾക്കാൻ ഒക്കെ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത സമയങ്ങളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി ദാഹത്തോടെയാണല്ലോ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആത്മമണ്ഡലത്തിൽ എങ്ങനെയാണ് യുദ്ധത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എത്ര പേർ അങ്ങനെ തയ്യാറെടുത്തു? അതിനുശേഷം ആയുധങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി കാണിക്കാവോ? സുമാ സിസ്റ്ററിൻ്റെ കൈ കാണുന്നുണ്ട്, ചാർലി ബ്രദറിൻ്റെ കൈ കാണുന്നുണ്ട്. OnePlus നോഡ് അതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ബ്രദറിൻ്റെ പേര് അറിയത്തില്ല. ബിജു ബ്രദർ. ഓക്കെ ശരി. ഓക്കെ ബിജു. ഓക്കെ ശരി. സ്തോത്രം. ബിജു ബ്രദറാണ്. ഓക്കെ. സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിലായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കുറച്ച് പേര് എന്നോട് സംശയം ചോദിച്ചിരുന്നു, സിസ്റ്റർ എങ്ങനെയാണ് വാർഫെയർ പ്രെയർ, എങ്ങനെയാണ് സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചാൽ മതിയോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് ആ സംശയം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം അന്യഭാഷയെ പ്രാർത്ഥിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ആത്മാവിൽ. അപ്പോൾ എങ്ങനെയാണ് ആത്മാമണ്ഡലത്തിൽ യുദ്ധം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാനായി കഴിയുക? അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധിയുടെ പിന്നിലും പിശാചിൻ്റെ കള്ളത്തരങ്ങളാണെന്ന് നമുക്കത് മനസ്സിലായി. നമ്മൾ ആ വചനത്തിലൂടെ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കണ്ടു. 6-ാം അധ്യായം 10-ാം വാക്യം മുതൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചപ്പോൾ നമ്മൾ കണ്ടു, നമുക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ലെന്നും വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ പൈശാചിക മണ്ഡലങ്ങളോടും ദുഷ്ടാത്മസേനയോടുമൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് നമുക്ക് നിൽക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കേണ്ടതുണ്ട് എന്നും നമ്മുടെ യുദ്ധം ജഡത്തോടും രക്തത്തോടും അല്ലെന്നും ആത്മാവിൽ പിശാചിനോടാണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കി. ഇപ്പോൾ വാർഫെയർ പ്രെയർ പ്രത്യേകിച്ച് എന്തെങ്കിലും രീതി ഉണ്ടോ എന്നൊക്കെ കുറച്ച് പേർ സംശയം ചോദിച്ചു. അങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ക്ലിയറാക്കി തരാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണ പ്രെയറും വാർഫെയർ പ്രെയറും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പലതരം, ഞാൻ ഏത് പ്രെയർ ആയിരുന്നാലും ആദ്യ ആരാധനയോടുകൂടെയാണ് ആരംഭിക്കുന്നത്. നമ്മൾ അങ്ങനെ തന്നെ ആരംഭിക്കണം. പ്രാർത്ഥിക്കാനിരുന്നാൽ എപ്പോഴും ആരാധിച്ച് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. എത്ര പാട്ട് പാടാമെന്ന് തീരുമാനിക്കേണ്ട നിങ്ങളാണ്, നിങ്ങളുടെ സമയം പോലെ ക്രമീകരിക്കണം. പക്ഷേ ഏറ്റവും നല്ലത് ഈ സ്തുതിക്കുന്ന ഗാനങ്ങൾ പാടുന്നതാണ്. നമ്മളൊരു ഫൈറ്റിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ എന്ത് ഗാനങ്ങൾ പാടണം? സ്തുതിക്കുന്ന ഗാനങ്ങൾ പാടണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, അങ്ങനെയൊക്കെയുള്ള ഗാനങ്ങളുണ്ടല്ലോ. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ. പാടിക്കൊണ്ടിരുന്നാൽ അങ്ങ് പോവും. അപ്പോൾ ആ ഒരു ഗാനം നമുക്ക് പാടാം. പിന്നെ സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ ഈ ശോണിതലത്തിൽ. നമ്മളത് പാടിയതാണല്ലേ കുറച്ച് നേരത്തെ. പിന്നെ ഈ പാട്ട് പാടാം. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ, ഇന്നലെയും ഇന്നും എന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. ഇതെല്ലാം സ്തുതിക്കുന്ന ഗാനങ്ങളാണ്. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല നിങ്ങൾ ഈ ഗാനങ്ങളൊക്കെ. കുറച്ചൊക്കെ പഴയ പാട്ടുകളാണ്. ഇപ്പോൾ ഉള്ള പാട്ടുകളിൽ ഈ സ്തുതിക്കുന്ന പാട്ടുകളൊക്കെ കുറവാണെന്ന് വേണം പറയാനായിട്ട്. ഒത്തിരി നല്ല ഗാനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. സ്തുതിക്കുന്ന ഗാനങ്ങൾ നമുക്കത് പാടാനായിട്ട് കഴിയും. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം, എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ട്
ഈ ഗാനങ്ങളൊക്കെ യൂട്യൂബിലെടുത്ത് പഠിച്ചു പാടുകയോ കൂടെ പാടുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ആ ഗാനം, അതുപോലുള്ള ഗാനങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ, സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം, സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. ആ ഗാനമൊക്കെ നിങ്ങൾക്കറിയാം. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്, പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവൻ്റെ നാമം. ഹല്ലേലൂയ. ഞാൻ പാടാൻ തുടങ്ങിയാൽ ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരുവാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിനേക്കാളും പാട്ടുകളൊക്കെ ഒരുപക്ഷെ അറിയായിരിക്കും. എന്നാലും സ്തുതിക്കുന്ന ഗാനങ്ങളെന്ന് പറയുമ്പോൾ ഇതാണ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാതിരാജാവിനെ, ഈ പാർത്തലത്തിൻ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ സ്തുതിക്കുന്ന ഗാനങ്ങൾ പാടുമ്പോൾ നിങ്ങളത് പാടി നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഒത്തിരി സന്തോഷം അത് തരും ആ ആരാധനയ്ക്കകത്ത്. അല്ലാതെ നമ്മളെ ഈ എല്ലാ പാട്ടും പാടാമെങ്കിലും കണ്ണുനീരെന്നു മാറുമോ, ആ പാട്ട് സ്തുതിക്കുന്ന സമയത്ത് പാടരുത്. ഹല്ലേലൂയ. അതും ഒരു പാട്ടാണ്, അതൊന്നുമല്ല പാടേണ്ടത്. നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് അതിൻ്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാവാനാ, അല്ലാതെ ആ പാട്ടിനെ കുറ്റം പറഞ്ഞതൊന്നുമല്ല. എല്ലാ പാട്ടും നല്ലതാണ്. അപ്പോൾ ആരാധിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള പാട്ടുകൾ, ദൈവത്തെ നന്ദി പറയുന്നത്, ദൈവത്തെ ഉയർത്തുന്നത്, അങ്ങനെയുള്ള പാട്ടുകൾ, സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ, സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. ഹല്ലേലൂയ. അപ്പം ഇതുപോലുള്ള പാട്ടുകൾ നമുക്ക് പാടാം. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നത്, കർത്താവിനെ സ്തുതിക്കുന്നത്, നമ്മൾ അതിൽ തന്നെ ലയിച്ചു ചേരുന്ന പോലെയുള്ള ഒത്തിരി ഒത്തിരി ഗാനങ്ങളുണ്ട്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാടാൻ ഇതൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം 8-10 വർഷമായി. ഈ പാട്ടുകളെല്ലാം ഞാൻ ആരാധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ, അങ്ങനെ ഭയങ്കരമായിട്ട് പാടാനൊന്നും എനിക്കറിയത്തില്ല, അറിയാവുന്ന പോലെ എന്ത് ചെയ്യും, ഞാൻ ഈ പാട്ടുകളെല്ലാം എന്നെക്കൊണ്ട് അറിയാവുന്ന പോലെ പാടും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പാടാൻ അറിയാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ ഈ ഗാനങ്ങൾ വെച്ചിട്ട് കൂടെ പാടണം. പക്ഷേ നിങ്ങളുടെ ലൈൻസ് എന്ത് ചെയ്യണം, ഗൂഗിളിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുകയോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്യണം. എൻ്റെ കയ്യിലാണെങ്കിൽ ഒത്തിരി ഡയറികൾ പാട്ട് എഴുതിയതുണ്ട്. അന്നൊക്കെ ഇതൊന്നും അവൈലബിൾ അല്ലല്ലോ നമുക്ക് ഇതിൽ പോയി സെർച്ച് ചെയ്യുന്നതും. എനിക്ക് അങ്ങനെയൊക്കെ ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു മൊബൈലൊന്നും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ പാട്ടുകൾ എഴുതി വെച്ചായിരുന്നു അങ്ങനെ പാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, മൊബൈലും സെർച്ച് ചെയ്ത് നോക്കാനും അതൊക്കെ എടുത്ത് അതിൽ പാടിയാൽ മതി. ഇപ്പോൾ ഒത്തിരി സംവിധാനങ്ങളുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് എഴുതണമെന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ ഇങ്ങനെയുള്ള പാട്ടുകൾ എന്ത് ചെയ്യണം, പാടാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല, ഇവിടെ നെറ്റ് സ്ലോ ആണ്. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, സ്ലോ ആയതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രക്കായി നിൽക്കുന്നുണ്ട്, എനിക്കറിയാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന പാട്ടുകൾ പാടുക. എത്ര പാട്ട് പാടണമെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള സമയം പോലെ പാടണം കേട്ടോ. അപ്പോൾ എത്ര സമയമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, 1 മണിക്കൂർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു 3 പാട്ട് 4 പാട്ടൊക്കെ പാടാൻ കഴിയുമല്ലോ. കേൾക്കുന്നുണ്ടെന്ന് ശുഭാ സിസ്റ്റർ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പാടാൻ കഴിയുന്ന പോലെ പാടുക. എപ്പോഴും നമ്മൾ ദൈവത്തെ ആരാധിക്കാനിരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമേ, നിങ്ങൾക്ക് വേറൊരു ജോലിയുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. നിങ്ങളുടെ മനസ്സ് ഓടിപ്പോവരുത്, അയ്യോ എനിക്ക് ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇന്നത് ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓടാത്ത വിധം ഉള്ള സമയം തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും അയ്യോ അത് ചെയ്തില്ല, അയ്യോ ഇത് ചെയ്തില്ല, അതിനിയുണ്ട് ഇതിനിയുണ്ട്, ഓ അതെന്താവും ഇതെന്താവും, ഇങ്ങനെ ചിന്തിച്ചിരിക്കാൻ ഒരു സമയവും നിങ്ങൾ അനുവദിക്കാതെ എല്ലാ കാര്യങ്ങളും മാക്സിമം ഒതുക്കാൻ പറ്റുന്ന പോലെ ഒതുക്കി ആരാധിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക.
ദൈവവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരാധനയിലെല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ട് ശ്രമിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഒരു സ്പിരിച്വൽ റെലം, ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളായിരിക്കുന്ന പ്രാർത്ഥനാ മുറിയിലോ സ്ഥലത്തോ എവിടെയാണെങ്കിലും, ഒരു മുറി 2 മുറിയോ ഉള്ളവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു മുറി കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്ന് ആരാധിക്കുന്നോ അവിടെ ഒരു പ്രാർത്ഥനയുടെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ആരാധിക്കുകയാണ് വേണ്ടത്. ശക്തമായ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു റെലം തുറന്നു കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒരു ഫ്രീനെസ് ഉണ്ടാവും പാടാനൊക്കെ. അല്ലെങ്കിൽ നമുക്ക് പാടുമ്പോൾ തന്നെ ഒരു ഡ്രൈനെസ് നമുക്ക് അനുഭവപ്പെടുന്നെങ്കിൽ അന്നേരമേ നിങ്ങൾ ഓർത്തോണം, സ്പിരിച്വൽ റെലം ബ്ലോക്കാണ്. ഈ പാടുമ്പോഴും ഒരു ഡ്രൈനെസ്, ഒരു ഫ്ലോ കിട്ടുന്നില്ല. പ്രാർത്ഥിക്കുമ്പോഴും ഒരു ഫ്ലോ കിട്ടുന്നില്ല. കുറച്ച് നേരം പ്രാർത്ഥിക്കുന്നു, പിന്നെ ഒരു റെസ്റ്റ്ലെസ്നെസ് അനുഭവപ്പെടുന്നു, ഒരു റെസ്റ്റ് ഇല്ലാത്ത പോലെ, മനസ്സെന്തോ പോലെ. എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ച് ഈ ആരാധിച്ച് നിങ്ങളിങ്ങനെ വർഷിപ്പ് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ റെലം എന്ത് ചെയ്യും, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ആത്മാവിൽ നിങ്ങൾക്ക് ആരാധിക്കാനായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ പടിയാണ് നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളത്. ദൈവത്തെ സ്തുതിക്കുന്ന ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ പ്രൈസ് ചെയ്യുന്ന, ആ നാമത്തെ ഉയർത്തുന്ന. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഒത്തിരി പാട്ടുകളുണ്ട്. ഞാൻ ഒത്തിരി നാളിങ്ങനെ പാടി ഇതൊക്കെ ഇങ്ങനെ വന്നപ്പോഴാണ് ഒത്തിരി ഗാനങ്ങൾ ഇപ്പോൾ കാണാതെ അറിയാം. ആദ്യമൊന്നും അറിഞ്ഞത്തൊന്നുമില്ല. ഇപ്പോൾ കുറച്ചായിട്ട് എല്ലാ വരികളും ഇപ്പോൾ പുസ്തകം ഇല്ലെങ്കിലും. അപ്പോൾ വാർഫെയർ സാധാരണ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന പോലെ പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ പല വിഷയങ്ങൾക്കും പരിഹാരം കിട്ടാതെ ഇരിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാവുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ആയുധവർഗത്തെ ധരിക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്തൊക്കെയാണ് ആയുധമെന്ന്? നമ്മൾ അത് വാ കൊണ്ട് പറയണം. ഞാൻ രക്ഷ എന്ന ഹെൽമറ്റ് ധരിക്കുന്നു. കേൾക്കാമോ? രണ്ടാമത് പറഞ്ഞാൽ കേട്ടില്ല. രണ്ടാമത് പറയാം കേട്ടോ, അതാ പറയുന്നത്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ആർമർ ഓഫ് ഗോഡ് ധരിക്കുന്നു എന്ന് നമ്മൾ പറയുക. രക്ഷ എന്ന ഹെൽമറ്റ് ഞാൻ ധരിക്കുന്നു, നമ്മുടെ വാ കൊണ്ടത് പറയണം. നീതി എന്ന കവചം ധരിക്കുന്നു. പിന്നെ എന്താ ഉള്ളത്? സത്യമെന്ന ബെൽറ്റ് ഞാൻ ധരിക്കുന്നു. കാലുകളിൽ സുവിശേഷത്തിനായുള്ള ഒരുക്കം ഞാൻ അണിയുന്നു. ഇത് നമ്മൾ പറയണം. വചനമാകുന്ന വാൾ ഞാൻ കയ്യിലെടുക്കുന്നു. വിശ്വാസമെന്ന പരിച ഞാൻ കയ്യിലെടുക്കുന്നു. യുദ്ധത്തിനായി ഞാൻ തയ്യാറാകുന്നു. ഇത്രയും നമ്മുടെ വായ കൊണ്ട് പറയണം. ഇനി വാർഫെയറുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ നമുക്ക് പറയാം കേട്ടോ. അതൊക്കെ ഏതൊക്കെ വചനമാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. എങ്കിലും കുറച്ച് വചനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്ന വചനമാണ്, ഓർക്കുന്നുണ്ടല്ലോ. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികളോടുമാണെന്നുള്ള ആ വചനം പറയാം. പിന്നെ റോമർക്ക് എഴുതിയ ലേഖനം 16:20 ഒരു വചനമുണ്ട്. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ എൻ്റെ കാൽ കീഴിൽ ചതച്ചു കളയും. നിങ്ങളുടെ കാൽ കീഴിലെന്ന് അവിടെയുള്ള എൻ്റെ കാൽ കീഴിൽ ചതച്ചു കളയും. അങ്ങനെ നമ്മൾ ആ വാക്യങ്ങൾ പറയണം. സങ്കീർത്തനങ്ങൾ 91 മുഴുവൻ വായിച്ചാലും കുഴപ്പമില്ല. എങ്കിലും 91 സിംഹത്തിൻ്റെ മേലും അണലിമേലും നീ ചവിട്ടോ എന്നുള്ളൊരു വാക്യമുണ്ട്. അത് എത്രാമത്തെ വാക്യമാണെന്ന് നോക്കട്ടെ. അത് 13ാമത്തെ വാക്യമാണ്. സിംഹത്തിൻ്റെ മേലും അണലിമേലും നീ ചവിട്ടും. അപ്പോൾ എങ്ങനെ വായിക്കണം? സിംഹത്തിന്മേലും അണലിമേലും ഞാൻ ചവിട്ടുമെന്ന് വായിക്കണം. നീ ചവിട്ടുമെന്ന് നമ്മൾ പറയരുത്. പറയുമ്പോൾ എങ്ങനെ പറയണം? സിംഹത്തിൻ്റെ മേലും അണലിമേലും ഞാൻ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും ഞാൻ മെതിച്ചു കളയും. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ പറയാം. രാത്രിയിലെ ഭയത്തെയും, അതിൻ്റെ 5ാം വാക്യം, പകൽ പറക്കുന്ന അസ്ത്രത്തെയും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും എനിക്ക് പേടിക്കാനില്ല. ഇങ്ങനെയുള്ള വചനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാർഫെയർ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉച്ചത്തിൽ വായിക്കണം. ഉച്ചത്തിൽ അത് ഇതുപോലെ ഏറ്റുപറയണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:19 ഇങ്ങനെയാണ് പറയുന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും ഒരു ദോഷവും എനിക്ക് വരുത്തില്ല. അതൊന്നും അങ്ങനെ ആ സ്ഥാനത്ത്
നിങ്ങൾക്കെന്നുള്ളിടത്ത് എനിക്ക് എന്നുള്ളതാക്കുകയും അത് ഹല്ലേലൂയ അത് നമ്മൾ ഏറ്റുപറഞ്ഞ് ക്ലെയിം ചെയ്ത് അങ്ങനെ പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ ഒന്നാമത് നമ്മൾ എന്താ പറഞ്ഞേ? പാട്ടുകൾ പാടി നമ്മൾ കർത്താവിനെ ആരാധിച്ചു. രണ്ടാമത് സർവായുധ വർഗം നമ്മൾ ധരിച്ചു. മൂന്നാമത് നമ്മൾ ഇതുപോലെ വാർഫെയറിന് വേണ്ടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനങ്ങളാണിതെല്ലാം. ആ അധികാരമുള്ളതും ഞാൻ പാമ്പുകളുടെയും സിംഹത്തിൻ്റെ മേലും അണലിമേലും ഞാൻ ചവിട്ടുമെന്നുള്ളതും ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ മെതിച്ചു കളയും, അങ്ങനെയുള്ള വചനങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ വായിക്കുക. അപ്പോൾ മിക്കവാറും എല്ലാവരുടെ പ്രശ്നമാണ് ഈ രാത്രിയിലെ ഭയം എന്ന് പറയുന്നത്. രാത്രിയിൽ ഉണ്ടാകുന്ന ഭയം, സ്വപ്നങ്ങളിലൂടെയുള്ള ഭയങ്ങൾ. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും മൃഗങ്ങൾ ഓടിക്കുന്ന പോലെ തോന്നുക, നിങ്ങൾ ഏതോ ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ചെന്ന് നിൽക്കുന്നത് പോലെ തോന്നുക, നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയെല്ലാം തീർന്നു പോകുന്നതായിട്ട് കാണുക, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാത്ത പോലെ തോന്നുക, ആരൊക്കെയോ നിങ്ങളെ ആക്രമിക്കുന്ന പോലെ തോന്നുക, പല മൃഗങ്ങൾ ഓടിക്കുന്ന പോലെ തോന്നുക. ഞാൻ ഈ ഡെലിവറൻസ് പ്രെയറൊക്കെ ചെയ്യുന്ന സമയത്ത് പൈശാചിക ശക്തികൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അവരോട് പോയി ചോദിക്കുമ്പോൾ അവരിങ്ങനെയുള്ള സ്വപ്നങ്ങൾ കൂടുതലായിട്ട് അവർ കാണാറുണ്ട്. സിംഹങ്ങൾ ഓടിക്കുന്നു, ആന ഓടിക്കുന്നു, പാമ്പ് ഓടിക്കുന്നു, ആരൊക്കെയോ വിരട്ടാനായിട്ട് വരുന്നു, ആരൊക്കെ അവരെ മോണിറ്റർ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയാറുണ്ട്. വെറുതെ ഒരു ഭയം രാത്രിയിൽ അവർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലാകത്തുള്ളൂ. എന്നാൽ TPT ട്രാൻസ്ലേഷൻ ബൈബിളൊക്കെ ഉള്ളവർ അതുകൂടെ എടുത്ത് ഈ വചനങ്ങളൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പ്ലേ സ്റ്റോറിലുണ്ട് TPT ബൈബിൾ എന്ന് പറഞ്ഞ് ദ പാഷൻ ട്രാൻസ്ലേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ഇംഗ്ലീഷാണ്, സിമ്പിൾ ഇംഗ്ലീഷാണ്, നമുക്കൊക്കെ വായിച്ചാൽ മനസ്സിലാവും മലയാളം പറയുന്നെങ്കിൽ. അപ്പോൾ അതിനകത്ത് പറയുന്നത് ദ ഫിയർ ക്രിയേറ്റഡ് ബൈ ഡീമോണിക് സ്പിരിറ്റ്സ് എന്നാണ്. ദ ഫിയർ ക്രിയേറ്റഡ് ബൈ ഡീമോണിക് സ്പിരിറ്റ്സ് എന്നാണ് അവിടെ കാണുന്നത്. ഈ ഭയം രാത്രിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അന്ധകാര മണ്ഡലങ്ങളാണ്. സ്വപ്നത്തിലൂടെ ഒത്തിരി പേർക്ക് അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതിലായിരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേ, എനിക്ക് അറിയില്ല ഇതിലാർക്കെങ്കിലും ഉണ്ടോ എന്നറിയില്ല. സ്വപ്നത്തിലൂടെ പേടിപ്പിക്കുന്നു. ഇടയ്ക്കിടെ സ്നേക്കിൻ്റെ രൂപത്തിൽ സ്നേക്കിൻ്റെ അതെ പാമ്പ് വരുന്ന പോലെ കാണുക, പാമ്പ് ഓടിക്കുന്ന പോലെ കാണുക, പാമ്പ് കടിക്കുന്ന പോലെ ഒത്തിരി പേര് പറയുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ടെന്ന് പറയും. വെള്ള കളറില്ലേ അതിങ്ങനെ എപ്പോഴും കാണുന്നത് കണ്ണ് തുറന്നിരിക്കുമ്പോഴോ വിഷൻ പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ പൈശാചിക ശക്തികളെ ചിലർ കാണുന്നുണ്ട്. ഇപ്പോൾ സുജാ സിസ്റ്ററാണ് നമ്മളോട് പറഞ്ഞത്, പൈശാചിക ശക്തികളെ കണ്ണു തുറന്നിരിക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്. അടുത്താരോ ഉള്ളതുപോലെ തോന്നും, അടുത്താരോ ഉള്ളതുപോലെ ഒരു ഫീൽ വരിക. ഉറങ്ങിക്കിടക്കുമ്പോൾ ആരോ അടുത്ത് കിടക്കുന്നു, ഒരു പാമ്പ് അടുത്ത് കിടക്കുന്നു, ആരൊക്കെയോ രാത്രി വന്ന് പേടിപ്പിക്കുന്നു. ഈ രാത്രിയിലെ ഭയങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഡീമോണിക് റെലമാണ്, ഡീമോണിക് സ്പിരിറ്റുകളാണ്. ഹല്ലേലൂയ. അതിൻ്റെ ഓപ്പറേഷൻ ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ആകുന്ന സമയമാണെന്ത്? രാത്രികാലങ്ങൾ. ദൈവം ആത്മാവാണ്. ദൈവം നമ്മുടെ ആത്മാവിനോട് സ്വപ്നങ്ങളിലൂടെ സംസാരിക്കും. കാരണം അതൊരു ലാംഗ്വേജ് ആണ്, ദൈവത്തിൻ്റെ ഒരു ഭാഷയാണ് സ്വപ്നത്തിലൂടെ മനുഷ്യനോട് സംസാരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഡീമോണിക് ആക്ടിവേറ്റ് ആകുന്ന സമയം രാത്രി ആയതുകൊണ്ട് സ്വപ്നത്തിൽ കറുത്ത പാമ്പ് കാലിൽ ചുറ്റുന്നതായി കണ്ടു. ഇതാണ് ഈ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ സ്വപ്നത്തിൽ കാലിൽ ചുറ്റുന്നതായി കാണുക, കടിക്കുന്നതായി കാണുക, പല നിറത്തിലും പല വലിപ്പത്തിലുള്ള പാമ്പുകൾ. ഞാൻ ഈ രക്ഷയിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ വലിയ വലിയ പാമ്പുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും വലിപ്പമുള്ള പാമ്പ് ഈ ഭൂമിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വലിപ്പമുള്ള പാമ്പുകൾ. 2 വീട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 സെൻറ്റ് വസ്തു കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാമ്പിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ, എനിക്കറിയത്തില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ പാമ്പ് ശരിക്കും പാമ്പുകളെയും തേളുകളെയും എന്ന് കർത്താവ് നമ്മളോട് പറയുമ്പോൾ ശരിക്കും ഈ ഭൂമിയിലുള്ള ഒരു പാമ്പിനെ ചവിട്ടുന്ന കാര്യമല്ല പറയുന്നത്. സ്പിരിച്വൽ റലത്തിൽ സ്പിരിറ്റ്സ് ഉണ്ട്, സ്നേക്ക് സ്പിരിറ്റ്സുകളുണ്ട്, സ്കോർപ്പിയോണിൻ്റെ സ്പിരിറ്റുകളുണ്ട്. ഈ സിംഹത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി ഡെലിവറൻസ് മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് ആ മകൾ എന്നോട് പറഞ്ഞു, സിംഹങ്ങൾ എന്നെ വിരട്ടുന്നതായിട്ട് ഞാൻ കാണും. കർത്താവ് ഇവിടെ പറയുക, സിംഹത്തിൻ്റെ മേലും അണനിമേലും നീ ചവിട്ടും എന്ന് പറഞ്ഞാൽ ലയണിൻ്റെ സ്പിരിറ്റുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ചേസ് ചെയ്യുന്നതായി കാണുക. ഈ രാത്രി ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഈ പിശാചാണ്, നമ്മളെ ഭയപ്പെടുത്തുകയാണ്. നമ്മൾ ഈ സ്വപ്നം കണ്ട് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ ഞെട്ടി ഉണരും പെട്ടെന്ന്. അന്നേരം ഇങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ അടുത്തേക്ക് ആരോ പോകുന്നത് പോലെ തോന്നും.
ആ ഓക്കെ, അതൊക്കെ നമുക്കിപ്പോൾ ക്ലിയർ ചെയ്യാം. ശരി, വളരെ ശ്രദ്ധയോടെ ഇരുന്നാട്ടെ. ഇങ്ങനെയുള്ളവർക്കാണ് ഈ വാർഫെയർ പ്രെയർ ഏറ്റവും അത്യാവശ്യം. ഇങ്ങനെയുള്ളവർക്കാണ്, മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ളവർക്ക് ഒരു ഡെലിവറൻസിന് വേണ്ടിയും നിങ്ങളുടെ പല വിഷയത്തിനും പരിഹാരം കിട്ടാതെ കിടക്കുന്നതിലും എല്ലാവർക്കും ഇങ്ങനത്തെ വാർഫെയർ ടങ്സ് ആവശ്യമാണ്. ഒരു ഭയം ക്രിയേറ്റ് ചെയ്യുക. ഈ അടുത്ത് ആരോ ഉള്ളതുപോലെയൊക്കെ തോന്നുമ്പോൾ പ്രാർത്ഥന അതോടെ പോകും. ഭയം വരും പെട്ടെന്ന്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ നിരീക്ഷിക്കുന്ന പോലെയൊക്കെ അങ്ങ് തോന്നുക. അയ്യോ, ആരൊക്കെ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, എന്തോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. രാത്രിയിലൊന്നും പ്രാർത്ഥിക്കാനായിട്ട് പിശാച് അനുവദിക്കത്തേയില്ല. ഇതുപോലെ ഭയത്തെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ ജയിക്കാൻ ഏറ്റവും ആദ്യം നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായും ഈ വാർഫെയർ പ്രെയർ ചെയ്തേ മതിയാവും. യുദ്ധത്തിനുള്ള ആയുധങ്ങളെല്ലാം ധരിച്ച്. രാത്രിയിൽ ഉണ്ടാകുന്ന ഭയങ്ങൾ സ്വപ്നങ്ങളിലൂടെ, വിഷൻസിലൂടെ, ഉറക്കത്തിൽ ശരിക്കും റിയലായിട്ട് തോന്നും. അത് റിയലായിട്ട് ഈ പാമ്പൊക്കെ ചുറ്റുന്ന ഭാഗങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദനയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ പോലെ, അല്ലെങ്കിൽ ആ കാലിൽ അങ്ങ് രോഗം വരുവാണ്, അല്ലെങ്കിൽ അവരുടെ ജോലി മേഖലകളിൽ തടസ്സങ്ങൾ വരും, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നെങ്കിൽ അത് നിസ്സാരമായി കാണരുത്. ഇതിനെ ഉണരുകയും നിങ്ങൾ ആയുധം ധരിച്ച് അതിനോട് ഫൈറ്റ് ചെയ്യുകയും വേണം. ഹല്ലേലൂയ. ഞാൻ ആ പിക്ചറൊന്നും ഇന്ന് എടുത്തിട്ടില്ല, അടുത്ത ദിവസങ്ങളിൽ വേണമെങ്കിൽ ഞാനത് എടുത്ത് കാണിക്കാം. അതിൻ്റെയൊക്കെ സ്പിരിറ്റുകൾ ഒരു ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് ആ പിക്ചറിലൂടെയൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇതൊന്നും പേടിക്കാനൊന്നുമല്ല, നമ്മൾ ദൈവത്തിൻ്റെ പടയാളികളാണ്. നമുക്ക് യുദ്ധം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നു. നമ്മളിപ്പോൾ യുദ്ധം ചെയ്തെങ്കിലേ നമുക്ക് ഇതിനകത്തൊന്ന് പുറത്തു വരാൻ പറ്റും. ഹല്ലേലൂയ. ഇപ്പോൾ സ്മോൾ സ്നേക്ക്, പാമ്പിനെ ചവിട്ടി എന്നാണോ പറഞ്ഞത്? പാമ്പിനെ ചവിട്ടി. ഗോൾഡൻ സ്മോൾ സ്നേക്ക്, ആ ഗോൾഡ് കളറിലെ സ്നേക്ക്, കറുത്ത കളറിലെ സ്നേക്ക്, വെളുത്ത കളറിലെ സ്നേക്ക്. ഇവ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടല്ലോ, പലരുടെ അനുഭവം അവർ ഷെയർ ചെയ്യുമ്പോൾ. ഇങ്ങനെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെല്ലാം ഉണ്ട്, പല കളറിൽ, പല വലിപ്പത്തിൽ, പല രൂപത്തിൽ. ഒരു തലയുള്ളത്, 2 തലയുള്ളത്, 3 തലയുള്ളത്, 4 തല, 5 തല, 6 തല, 7 തല, അങ്ങനെ പല വലിപ്പത്തിലും പല അധികാരത്തിലും ശക്തിയിലും ഒക്കെയുള്ള സ്പിരിച്വൽ തലത്തിൽ റാങ്കിങ്ങിലൊക്കെ ഹൈ ആയ സർപ്പൻ്റെയിൻ സ്പിരിറ്റുകൾക്ക് ഈ തലയൊക്കെ കൂടുതലായിരിക്കും. ഇതിനെയൊന്നും കണ്ടാൽ നമ്മളെ അതെല്ലാം വന്ന് പേടിപ്പിക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. അതിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വരണം. അതിൽ നമ്മൾ വീണു പോകാനല്ല, അതിന് നമ്മൾ ഭയപ്പെട്ട് ഓടാനല്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും എനിക്ക് പേടിക്കാനില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ദൈവത്തിൻ്റെ പടയാളിയാണ്. ഞാൻ യുദ്ധം ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ പിശാചുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ, ഇങ്ങനെയൊക്കെ ഉണ്ടാകാനും ചില കാരണങ്ങളുണ്ടാകും. നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം കർത്താവേ, ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് സർവായുധവർഗം ധരിച്ചു. രണ്ടാമത്തത്, കർത്താവേ, എൻ്റെ വാക്കുകളോ ചിന്തകളോ പ്രവൃത്തികളോ എന്തെങ്കിലും ഈ പൈശാചിക ശക്തികൾക്ക് എന്നിൽ അവകാശം കൊടുക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാലും ഞാനതിനെ ക്യാൻസൽ ചെയ്യുന്നു, ഞാനതിനെ നിർവീര്യമാക്കുന്നു എന്ന് പറയണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ കടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, കർത്താവ് എൻ്റെ സാമ്പത്തിക മണ്ഡലത്തിൻ്റെ മേൽ എൻ്റെ വാക്കുകളോ എൻ്റെ ചിന്തകളോ എൻ്റെ പ്രവൃത്തികളോ അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവെ അത് ക്ഷമിക്കണമേ എന്നിട്ട് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അവന് കിട്ടിയ അവകാശങ്ങളെ യേശുവിൻ്റെ നാമത്താൽ യേശുവിൻ്റെ രക്തത്താലും ക്യാൻസൽ ചെയ്യും. കുടുംബജീവിതമാണെങ്കിൽ അങ്ങനെ എടുത്തു പറയണം. കുടുംബജീവിതം, തലമുറകളുടെ വിഷയമാണെങ്കിൽ തലമുറകളുടെ പേരുകൾ പറയണം. പറഞ്ഞ് ഇതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനുശേഷം യേശുവിൻ്റെ നാമത്തിൽ ആ അവകാശങ്ങളെ വിച്ഛേദിച്ച ശേഷം മാത്രം യേശുവിൻ്റെ നാമത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ, ഈ സ്വപ്നത്തിലൂടെ എന്നെ കടിക്കുവാൻ വന്ന, എന്നെ ഓടിക്കാൻ വന്ന ആ സ്നേക്കിൻ്റെ സ്പിരിറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ കത്തിക്കുന്നു. അങ്ങനെ പറയണം. നിങ്ങൾ ഈ കണ്ട സ്പിരിറ്റ് ഏതാണോ അങ്ങനെ തന്നെ പറയണം. അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ, അതങ്ങനെ പറയണം യേശുവിൻ്റെ നാമം. ചിലപ്പോൾ മനുഷ്യരുടെ രൂപത്തിലായിരിക്കും ഇതൊക്കെ കയറി വരുന്നത്, മനുഷ്യരുടെ രൂപത്തിലായിരിക്കും വന്ന് പേടിപ്പിക്കുന്നത്. ചിലപ്പോൾ ഗുണ്ടകളെ പോലെയൊക്കെ വരാം. അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഗുണ്ടകൾ വരുന്ന പോലെ വരാം. ചിലപ്പോൾ ഭീകര രൂപം പോലെ എന്തെങ്കിലും കാണും.
അപ്പോൾ ഉടൻ അന്ന് നിങ്ങൾ ചെയ്യണം. അന്ന്, നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത്. കാരണം ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ രക്തത്താലും ആ പൈശാചിക മണ്ഡലത്തെ ഞാൻ വിച്ഛേദിക്കുന്നു. പ്രാർത്ഥിക്കണം, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇതാണ് വാർഫെയർ പ്രെയർ. നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ മറ്റുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റേതായ അവകാശങ്ങളൊക്കെ കിട്ടിയിട്ട് പ്രാർത്ഥിക്കുക, അധികാരങ്ങൾ. പക്ഷെ നമ്മുടെ തന്നെ സെൽഫ് ഡെലിവറൻസിന് അങ്ങനെ ആവശ്യമില്ല. നമുക്കത് ചെയ്യാം, നമുക്കത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ കുടുംബവുമായിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായി കഴിയും. പക്ഷേ ശുശ്രൂഷ തലത്തിലേക്കൊക്കെ കയറി മറ്റുള്ളവരുടെ സ്പിരിച്വൽ തലത്തിലേക്കൊക്കെ എൻ്റർ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ അഭിഷേകത്തിൽ വളർന്നാലേ പറ്റത്തുള്ളൂ. പക്ഷേ എല്ലാവർക്കും തന്നെ ഈ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തോട് പോരാടുന്ന, അവരുടെ ആത്മമണ്ഡലത്തോട് പോരാടുന്ന സ്പിരിറ്റുകളെ ജയിക്കാനായി സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആരംഭകാലങ്ങളിലൊക്കെ ഒരു വലിയ സ്നേഹിനെ ഞാൻ കാണുമായിരുന്നു, എപ്പോഴും കാണുമായിരുന്നു. ഇപ്പോൾ ഞാൻ മുന്നമേ പറഞ്ഞിട്ടുണ്ട്, വളരെ വലിപ്പമുള്ളത്, ഈ വീട്ടിൽ ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് ഇങ്ങനെ നടക്കുന്നതായിട്ട്, വെറുതെ ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊരു സർപ്പൻറ്റൈൻ സ്പിരിറ്റ് ആണെന്നും അതിൻ്റെ ബന്ധനത്തിലായിരുന്ന ഈ ഭവനമായിരുന്നത് കൊണ്ടാണ് ഒരു തരത്തിലും പുരോഗതി ഇല്ലാത്തതെന്നും. എന്നാൽ പ്രാർത്ഥനയിൽ അതിൻ്റെ തലയെ തകർത്തപ്പോൾ എല്ലാ സിറ്റുവേഷനും തിരിഞ്ഞു മറിഞ്ഞു. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പല കാരണങ്ങളുണ്ടാവും. അതിന് വാതിൽ പാരമ്പര്യമായി ഒരുപക്ഷെ തുറന്നു കിട്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലൂടെ, വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ നമ്മൾ തന്നെ അതിനെന്തെങ്കിലും അവകാശങ്ങൾ കൊടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കോളിങ്ങിനെ ബ്ലോക്ക് ചെയ്യാനായിരിക്കാം പിശാച് ആ റലത്തിൽ അത് സെറ്റ് ചെയ്തത്. നമ്മൾ വളരരുത് ആത്മീയമായിട്ട്, നമ്മളെ ബ്ലോക്ക് ചെയ്യണം, ആ കോളിങ്ങിലേക്ക് കയറുന്നതിന് മുമ്പേ തന്നെ നമ്മളെ തീർക്കണം തുടങ്ങിയ ഉദ്ദേശങ്ങളോടെ ആയിരിക്കും ഈ സ്പിരിറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കളിക്കുന്നത്. അപ്പം നമ്മൾ അറിയേണ്ടത്, വെറുതെ ഉള്ള ഒരു പ്രാർത്ഥനയിൽ ഇതിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. വെറുതെ ഒരു 2 പാട്ട് പാടി ബൈബിൾ വായിച്ച് യേശുവെ രക്ഷിക്കണേ ആമേൻ സ്തോത്രം എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മണ്ഡലങ്ങളെ ജയിക്കാനായി കഴിയില്ല. അപ്പം അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കണം. ആഴ്ചയിൽ വൺസ് ഇൻ എ വീക്ക്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വാർഫെയർ പ്രെയറിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനല്ല, അതിന് മറുപടി നിങ്ങൾ കാണുന്നവരെ പറയണം. ഹല്ലേലൂയ, സ്തോത്രം. അതിന് മറുപടി നിങ്ങൾ കാണുന്നവരെ, അതിനെ ഇപ്പോൾ സാമ്പത്തികമായിട്ടൊരു തകർച്ചയാണെങ്കിൽ അത് വരാൻ കാരണം ഉണ്ടാവും. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു വ്യക്തിക്ക് എത്രയായിട്ടും സാമ്പത്തികമായിട്ട് പുരോഗമിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കർത്താവ് വെളിപ്പെടുത്താനിടയായി ഈ കാശ് എന്ത് ചെയ്തു, ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ടായിരുന്നു, ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പൈശാചിക ശക്തികൾക്ക് ഇവരുടെ സമ്പത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ അവൻ അവകാശം പറയാനായിട്ട് തുടങ്ങി. ദൈവത്തെ അറിഞ്ഞ മക്കളാണ് കേട്ടോ. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പിരിവിന് വരാറുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ വരാറുണ്ട്, പിരിവിന് വരും അവർ. അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമോ, ഈ വരുന്ന ആരായിരിക്കും എന്നറിയാമോ, നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, തരില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. ഞാനൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് മുമ്പ്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ തരില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവരുടെ ഉത്സവത്തിന് ഇത്ര രൂപ എഴുതിയിട്ടിട്ട് അവരങ്ങ് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളത് കൊടുക്കും. നമ്മൾ ആ വ്യക്തിക്കല്ലേ, ഈ പരിചയമുള്ള വ്യക്തിക്കല്ലേ കൊടുത്തതെന്ന് നമ്മൾ എന്ത് ചെയ്യും, തെറ്റിദ്ധരിക്കും. പക്ഷേ ഇത് എവിടെയാണ് പോയി ചേരുന്നത്, ആ ക്ഷേത്രത്തിലുള്ള പൂജയുടെ ആവശ്യത്തിന്, അവിടുത്തെ ഉത്സവത്തിൻ്റെ ആവശ്യത്തിന് എത്തും. അതുവഴി പിശാചിന് എൻ്റെ സാമ്പത്തിക മണ്ഡലത്തിൻ്റെ മേൽ ഒരു അവകാശം കിട്ടുക. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ യേശുവേ എൻ്റെ കടഭാരം തീരണേ എന്ന് പ്രാർത്ഥിച്ചാൽ നടക്കൂ. അവകാശം കിടക്കുകയല്ലേ അവന്. ഏത് വഴിയാണ് വന്നേ? അവൻ ആ നേർച്ച, ആ കാഴ്ച, ആ കാശ് കൊടുത്തത് വഴിയല്ലേ വന്നത്. അപ്പം അതിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഫാസ്റ്റിംഗ് എടുക്കണമെന്ന് ചോദിച്ചു. ഫാസ്റ്റിംഗ് എടുക്കാൻ കഴിയുന്നവർക്ക് എടുക്കാം, അല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ പറഞ്ഞ് അതിനെ ബ്രേക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അതിൻ്റെ മറുപടി കാണുന്നവർ. ഹല്ലേലൂയ. കാരണം എന്താ കാരണമെന്ന് നമുക്ക് പലപ്പോഴും ഓർമ്മ കാണില്ല. അങ്ങനെയാണല്ലോ, നമുക്ക് നല്ല ഓർമ്മശക്തിയാണ്. അതുകൊണ്ട് എന്താണ് കാരണമെന്ന് നമുക്ക് പലപ്പോഴും അറിയത്തില്ലായിരിക്കും. ചിലപ്പോൾ നമ്മുടെ അപ്പനോ അമ്മയോ ഒക്കെ ഇതുപോലെ ക്ഷേത്രത്തിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ സാമ്പത്തിക ആവശ്യമില്ലാത്തതിന് ഉപയോഗിച്ചിട്ടുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതും ആവാം ഒരു ചാനലാവാം ഇവന് കയറി വരാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയോ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതോ ആരെങ്കിലും, ഇപ്പോൾ ക്ഷേത്രങ്ങളിലെന്ന് മാത്രം ആവണമെന്നില്ല, എവിടെയെങ്കിലും കുരിശടി കൊണ്ടുപോയി ഇട്ടാലും മതി. നല്ല ഉദ്ദേശത്തിലായിരിക്കും അവരിടുന്നത്.
അവർക്കൂടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞൊരു കുരിശടി കൊണ്ടുപോയി ഇട്ടു. പിശാച് അവിടെ നിന്ന് കയറി വരും. ഹല്ലേലൂയ. ഇതൊക്കെയാ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഹല്ലേലൂയ. ഒരിക്കലും ഒരു സഹോദരിയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പിശാച് വെളിപ്പെട്ടോ പറഞ്ഞു, ഞാനവിടെ മെഴുകുതിരി കത്തിച്ചപ്പോഴാണ് കയറി വന്നേന്ന്. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടി കൂടി 2 മെഴുകുതിരി അവിടെ കത്തിച്ചു. ഏതോ ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലാണ്. നിങ്ങൾക്ക് മനസ്സിലായിക്കാം. അപ്പോൾ ആ പൈശാചി ശക്തി പറയുവാണ്, മെഴുകുതിരി അവിടെ കത്തിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ഇതിനെയൊന്നും വേറെ പണിയില്ലേന്ന് ഞാൻ ആലോചിക്കും. മെഴുകുതിരി കത്തിക്കുമ്പോഴും വരാനായിട്ടിരിക്കുവാണല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞ പിശാച് ഒരു അവസരം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി നടക്കുക, എങ്ങനെ ജീവിതം നശിപ്പിക്കാൻ. ഇപ്പം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു കയറിയത് നമുക്കറിയാമോ? ഈ പ്രശ്നങ്ങളൊക്കെ അറിയില്ല. അങ്ങനെ പലരും ഭാരത്തിലും നിരാശയിലും പെട്ട് ജീവിതം അവസാനിപ്പിക്കാമെന്നങ്ങ് വിചാരിക്കുക. എത്ര വാർത്തകൾ നമ്മൾ കാണുന്നു അല്ലേ? എല്ലായിടും കൊലപാതകവും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിയും. എനിക്കറിയത്തില്ല, ന്യൂസ് പേപ്പർ എടുത്താലോ നമുക്ക് വാർത്താ ചാനൽ വെച്ചാലോ ഒക്കെ നമുക്ക് വളരെ വിഷമം തോന്നും. ഇങ്ങനെ ലോകമായിപ്പോയല്ലോ കർത്താവ്. ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് പൈശാചിക മണ്ഡലമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിലോ. അപ്പോൾ നമ്മളൊക്കെ എത്രത്തോളം ഉണരണം. നമ്മൾ ദേശത്തെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ ഉണരണം. ആ ദേശത്തിൽ ഇത്രയും വൃത്തികേടുകൾ ഉണ്ടാക്കുന്ന പിശാചിനെ നിങ്ങളും ഞാനും വിചാരിച്ചാൽ അവനെ തളയ്ക്കാൻ പറ്റില്ലേ? പറ്റും. ഹല്ലേലൂയ. അതിനാദ്യം നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഒരു പൂർണ്ണ വിടുതലിലേക്ക് വരുമ്പോൾ മാത്രമേ കർത്താവ് അടുത്ത് നമ്മുടെ ദേശത്തിൻ്റെ സ്പിരിച്വൽ റലത്തിൻ്റെ മേൽ നമുക്ക് അധികാരം തരും. അങ്ങനെയാണ്. അടുത്ത രാജ്യങ്ങളുടെ സ്പിരിച്വൽ റലത്തിൻ്റെ മേൽ അവകാശം തരും. ഹല്ലേലൂയ. ഓരോ ബൗണ്ടറികളായിട്ട് നിങ്ങളെ ദൈവം ചാടി കടത്തി കൊണ്ടുവരും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അത് ദൈവം അത് ചെയ്യുന്നത്. ഹല്ലേലൂയ. പക്ഷേ നമ്മളൊരു ബോൾഡ്നെസ് ഉണ്ടാകണം, നമുക്കൊരു ധൈര്യം ഉണ്ടാകണം. ചിലർക്ക് പേടിയാണ്. എനിക്ക് ആദ്യകാലത്തൊക്കെ വളരെ പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു. പിശാചെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. എനിക്കൊന്നും കേൾക്കണ്ട അവൻ്റെ പേരെന്ന് ഞാൻ പറയും. കാരണം എനിക്കിഷ്ടമല്ല. പിശാചെന്ന് പറയുന്ന പോലെ എനിക്കിഷ്ടമല്ല. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്ത് മുന്നോട്ട് പോയെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അമ്പലത്തിലും പള്ളിയിലും എല്ലാം സംഭാവന കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യുന്ന പ്രാർത്ഥന. അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. കർത്താവേ, ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന അമ്പലത്തിൽ ഞാൻ അറിയാതെ നേർച്ചകൾ, കാഴ്ചകൾ, പൂജകൾക്ക് വേണ്ടി എൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ഞാൻ കൊടുത്തു പോയി, അങ്ങ് എന്നോട് ക്ഷമിക്കണമേ. അങ്ങനെ ആദ്യം പറയണം. അതിലൂടെ പിശാചിന് കിട്ടിയ അവകാശങ്ങളെ യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ രക്തത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ നിർവീര്യമാക്കുന്നു. രണ്ടാമത് പറയണം. മൂന്നാമത്, നിങ്ങൾ ആയുധവർഗം ധരിച്ചിട്ടുണ്ടല്ലോ. മൂന്നാമത്തെ ഫൈറ്റ് പിശാചിനോടാ. ഇപ്പോൾ അത് നിർവീര്യമാക്കിയല്ലോ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സാമ്പത്തിക മണ്ഡലത്തിൽ അവകാശം കിട്ടിയ പിശാചിനോടും അവൻ്റെ ദൂതന്മാരോട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. വചനമാകുന്ന വാളാൽ ഞാൻ അതിനെ വെട്ടിക്കളയുന്നു. പ്രാർത്ഥിക്കണം. വാളൊക്കെ ധരിച്ച് നിൽക്കുകയല്ലേ നിങ്ങൾ അല്ലേ? പിശാച് അമ്പ എഴുതാലും കൊള്ളത്തില്ലല്ലോ. ബ്രസ്റ്റ് പ്ലേറ്റ് ഒക്കെ ധരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? കവചം നീതിയുടെ ഇതെല്ലാം ധരിച്ച് നമ്മൾ യുദ്ധം ചെയ്യാൻ നിൽക്കണം. അപ്പോൾ അവകാശങ്ങളെ നിങ്ങൾ വെട്ടുക. ഹല്ലേലൂയ. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണോ പ്രാർത്ഥനാ മുറിയിൽ, കേട്ടോ? അപ്പോൾ ഇതുപോലെ ഏത് വിഷയമായാലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇനി മനസ്സിലായോ? ഇപ്പോൾ LKG കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പോലെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടോ. ഹൈസ്കൂൾ നിലവാരത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല. ഇതുപോലെ നമ്മൾ ഓരോ വിഷയത്തിനും നമുക്കിതുപോലെ പ്രെയർ ക്രിയേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റും. മോഡൽ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ ടീച്ചർ ഒരു മോഡൽ ചെയ്തിട്ട് ബാക്കി ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരാൻ പറയും. ഈ മോഡലിലുള്ള എല്ലാം എന്ന് പറയും. അതുപോലെ നമുക്ക് ഈ പ്രാർത്ഥനയുടെ ആ ഒരു മോഡൽ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ അങ്ങനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ആരാധിച്ചു. പിന്നെ എന്താ നമ്മൾ ചെയ്തേ? സർവായുധ വർഗം ധരിച്ചു. ഡെയിലി ചെയ്യണമോ എന്ന് ചോദിക്കുന്നത്. ഡെയിലി ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പ്രശ്നം ബ്രേക്ക് ആവുന്നവരെ നിങ്ങൾ ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, ഈ ജോലിയൊക്കെ ഉള്ളവർക്ക് എല്ലാ ദിവസവും ഇനി വാർഫെയർ പ്രെയർ ചെയ്യാൻ പറ്റിയെന്നൊന്നും വരത്തില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്കൊരു 2 മണിക്കൂർ സമയമൊക്കെ എടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. സ്തോത്രം. ഇതൊക്കെയാണ് അറിയേണ്ടത്. സ്തോത്രം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് അത്രയും വിടുതൽ ആവശ്യമുള്ള ഈ പാമ്പിനെയൊക്കെ സ്വപ്നം കാണുന്നവർ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാനൊന്നും ഇരിക്കരുത്. എല്ലാ ദിവസവും അവർ ചെയ്തോണം. ഏതെങ്കിലും സ്പിരിറ്റുകൾ നിങ്ങളെ ചേസ് ചെയ്യുന്നതായിട്ട് കാണുക, ചുറ്റുന്നതായിട്ട് കാണുക, അതിൻ്റെ തലയെ ചവിട്ടുന്നതായിട്ടൊന്നും കണ്ടാൽ പ്രശ്നമില്ല കേട്ടോ. തലയെ ചവിട്ടുന്നു അങ്ങനെയൊന്നും പ്രശ്നമില്ല. നേരത്തെ ഒരു സിസ്റ്റർ പറഞ്ഞു ചവിട്ടുന്നതായിട്ട് കണ്ടു. ഓക്കെ, ചവിട്ടാൻ നമുക്ക് അധികാരം തന്നിരിക്കുന്നു. അത് നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കണ്ടാൽ വേണം നമ്മൾ ഫൈറ്റിന് വേണ്ടി ഇറങ്ങാനായിട്ട്. അല്ലാതെ ഒന്നും ഫൈറ്റിന് വേണ്ടി ഇറങ്ങേണ്ട കാര്യമില്ല. നമ്മളത് അറ്റാക്ക് ചെയ്യുന്നു എന്ന് തോന്നുവാണെങ്കിൽ. ചിലരിങ്ങനെ കാണാറുണ്ട്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നു, പക്ഷെ അവർ വരുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് എക്സാം പാസ്സാവാൻ പറ്റുന്നില്ല. എല്ലാവരും പാസ്സാകുന്നു, എല്ലാവരുടെയും പേര് ലിസ്റ്റിൽ എഴുതുന്നു, പക്ഷേ അവരുടെ പേര് വരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ വരുന്നത് ഡിലേ കൊണ്ടുവരുന്ന സ്പിരിറ്റുകളാണ്. നമ്മൾ ആ സ്വപ്നത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ദിവസം പറഞ്ഞു തരാം. സ്വപ്നങ്ങളുടെ മീനിങ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് എനിക്കറിയാവുന്നത് കേട്ടോ, എല്ലാം ഒന്നും അറിയത്തില്ല. അപ്പോൾ സ്പിരിറ്റ് ഓഫ് ഡിലേ ആണ് അവരുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവാം അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നവർക്ക്. കാരണം അവരൊരിക്കലും അച്ചീവ്മെൻറ്റിലേക്ക് എത്തുന്നില്ല. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സാത്താനെ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിച്ചാലും വീണ്ടും വരുന്നതിൻ്റെ റീസൺ എന്താണ്? വീണ്ടും വരുന്ന റീസൺ അവന് അവകാശമുള്ളതുകൊണ്ടാണ്. ഞാൻ ഇവിടെ ഒരു പഴം വെച്ചേക്കുവാണ്. പഴം, അത് ചീഞ്ഞ ഒരു പഴമാണ്. ഈ ചീഞ്ഞ പഴം ഇരിക്കുമ്പോൾ ഈച്ച വരും. ഞാൻ ഈച്ചയെല്ലാം വിരട്ടി കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഈച്ച വരും. അപ്പോൾ ഈ ഈച്ചയെ വിരട്ടിയിട്ട് കാര്യമില്ല, ഈ അവകാശം എടുത്ത് കളയുന്നതിലാണ് കാര്യം. അതാണ് ഈ വാർഫെയർ പ്രെയർ കൊണ്ട് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ഇനി ടങ്സ് ഉള്ളവർക്ക് കുറച്ചുകൂടി എളുപ്പമാണിത്. ടങ്സ് ഉള്ളവർക്ക്, ഇതുവരെ ടങ്സ് ഇല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ടങ്സ് ഉള്ളവർക്ക് ഇങ്ങനെ ഓരോ വിഷയവും പറഞ്ഞതിന് ശേഷം സർവായുധവർഗം ധരിക്കുന്നു എന്ന് പറഞ്ഞ് ഇതിൻ്റെ അവകാശങ്ങളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ടങ്സിൽ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഇതെല്ലാം പ്രാർത്ഥിച്ച ശേഷം ടങ്സിൽ പ്രാർത്ഥിക്കണം. റന്ധോ റഗൽ സബര, കുറച്ച് സമയം ടങ്സിൽ. ഇനി അടുത്ത വിഷയം പറയുക, ഇതുപോലെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക, ടങ്സിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ടങ്സ് ഉള്ളവർ കൂടുതൽ സമയം എന്ത് ചെയ്യുക? ടങ്സിൽ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഏത് വിഷയമാകട്ടെ ആ വിഷയത്തിന് പറഞ്ഞ് ഇതുപോലെ പ്രാർത്ഥിച്ച് ബുദ്ധിയിൽ പ്രാർത്ഥിച്ച ശേഷം ടങ്സിൽ പ്രാർത്ഥിക്കുക. ടങ്സ് ഉള്ളവർ കേട്ടോ. ടങ്സ് ഇല്ലാത്തവർക്ക് ഇതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയും. ഹല്ലേലൂയ. അഭിഷേകം ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ടങ്സിൽ പ്രാർത്ഥിക്കാനായി കഴിയും. എന്താണോ ടങ്സ് ഉള്ളത് പ്രാർത്ഥിക്കുക. പക്ഷെ അന്നേരം നിങ്ങളുടെ ടങ്സ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതുപോലെ വാർഫെയർ പ്രെയറിന് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ടങ്സ് ലെവൽ ചേഞ്ച് ചെയ്യും. ഞാൻ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി. അപ്പോൾ എനിക്കത് മനസ്സിലായി. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, പതിയെ മനസ്സിലായിക്കോളും. അപ്പോൾ നിങ്ങൾ വാർഫെയറിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് പറയുന്ന ടങ്സ് ആയിരിക്കില്ല ഒരു പക്ഷേ നോർമലിൽ ഇരിക്കുന്നത്. ആദ്യമൊക്കെ ചിലപ്പോൾ അങ്ങനെ വരാം, പിന്നീട് മാറാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നിങ്ങൾക്ക് അതിനെ അനുഗ്രഹിക്കട്ടെ. ആ ഒരു ഗിഫ്റ്റിനാൽ വാർഫെയറിൻ്റെ ടങ്സ് എല്ലാം തന്നിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഏത് ബന്ധനത്തിലായിരിക്കുന്നു, ഇപ്പോൾ കാലിലൊക്കെ സ്നേക്ക് കടിക്കുന്നതായിട്ട് കാണുന്നുള്ളവർ, അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? യേശുവിൻ്റെ നാമത്തിൽ അത് കടിച്ചത് മൂലം എൻ്റെ ശരീരത്തിലേക്ക് വന്ന ആ വിഷം യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ പറയണം. ചിലർക്ക് ഈ സ്വപ്നത്തിലൊക്കെ എന്തെങ്കിലും കൊണ്ട് ഇഞ്ചക്റ്റ് ചെയ്യുക, സ്വപ്നത്തിൽ ശരീരത്തിനകത്ത് കുടിപ്പിക്കുന്നതായിട്ട് കാണുക, കഴിക്കുന്നതായിട്ട് കാണുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇഞ്ചക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള പല ഭാഗങ്ങളിൽ വന്ന് ഇഞ്ചക്റ്റ് ചെയ്യുന്ന പോലെ തോന്നുക. വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ വായിലേക്ക് ഒഴിച്ചു തരിക, ഗ്ലാസ്സിൽ ഇങ്ങനെ കുടിപ്പിക്കുക. ദൈവികമായിട്ടുള്ള സ്വപ്നങ്ങളും അങ്ങനെ ഉണ്ട്. ഇതെല്ലാം ഞാൻ പറയുന്നത് പൈശാചികമായിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ക്ഷീണമായിരിക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക്, ഈ കൈയുടെ ഒരു ഭാഗത്ത് ഒരിക്കൽ ഒരു അനുഭവം, ഒരു കാര്യം കൂടി പറയാം. ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ ക്യാൻസർ ബാധിച്ച ഒരു അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോയി. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം പൈശാചികമാണെന്ന് മനസ്സിലായി. ബ്രേക്ക് ചെയ്തൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ എന്നോട് പറഞ്ഞു, ഈ ക്യാൻസർ ബാധിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഒരു കറുത്ത നായ വന്നിട്ട് എൻ്റെ നടുവിൽ ലിക്ക് ചെയ്യുന്നതായിട്ട്, ഇങ്ങനെ നക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷേ ഞാനതിന് വിരട്ടിയില്ല, സമ്മതിച്ചു, അങ്ങനെ നിന്നു എന്ന് പറഞ്ഞു. സെയിം ആ നടുവിലാണ് ക്യാൻസർ വന്നത്. ഒരു നായ വന്ന് ഈ അമ്മയുടെ നട്ടലിൻ്റെ ഭാഗത്ത് ലിക്ക് ചെയ്യുന്നതായി കണ്ടു. പക്ഷേ ഈ അമ്മ പ്രതികരിക്കുന്നില്ല. ചിലരിതുപോലെ സ്വപ്നം കാണുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യുന്ന പൈശാചിക ശക്തിക്ക് അങ്ങനെ അവർ നിന്നു കൊടുക്കുന്നതായി കാണും. അതിനർത്ഥം അവർ വാർഫെയർ തലത്തിലോട്ട് കയറിയിട്ടില്ലെന്നാണ്. എന്നാൽ
ആത്മാവിൽ പ്രാർത്ഥിച്ച് വളർന്ന ഒരു ദൈവ പൈതൽ ഇതുപോലെ പാമ്പ് വരുമ്പോൾ ചിലപ്പോൾ വടിയെടുത്ത് അടിക്കുന്നതായിട്ട് കാണും, കാലുയർത്തി ചവിട്ടുന്നതായിട്ട് കാണും, തിരിച്ചോടിക്കുന്നതായിട്ട് കാണും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൺ വാർ ഹല്ലേലൂയ, യുദ്ധഭൂമിയിലാണെന്നാണ് അർത്ഥം. ഹല്ലേലൂയ. ഈ പൈശാചിക ശക്തികൾ വരുമ്പോൾ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു, ചിലർ തിരിച്ച് വചനം പറയുന്നു. അങ്ങനെയൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയി വരിക എന്നാണ് അതിനർത്ഥം. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി സ്വപ്നത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. കർത്താവ് അനുവദിക്കുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. ഹല്ലേലൂയ. അപ്പോൾ ആ അമ്മയ്ക്ക് അങ്ങനെയാണ് ക്യാൻസർ വരാനായിട്ട് കാരണമായി തീർന്നത്. അപ്പോൾ അതൊരു ഈവിൾ അറ്റാക്കായിരുന്നു. അല്ലാതെയും വരും. ഇത് ഞാൻ പറഞ്ഞത് ഒരു ഈവിൾ അറ്റാക്ക് മൂലം വന്ന ഒരു രോഗം. അങ്ങനെ പിശാചിന് അങ്ങനെ സ്വപ്നത്തിലൂടെയൊക്കെ നമ്മുടെ സോൾ മണ്ഡലത്തെയൊക്കെ ബന്ധിച്ച് സോൾ മണ്ഡലത്തിലേക്കൊക്കെ പോയിസൺ തന്ന് രോഗം വരുത്താനായിട്ടൊക്കെ അവന് കഴിയും. നമ്മൾ ഒരു പടയാളിയായി എഴുന്നേൽക്കുകയാണെങ്കിൽ അവനെ തോൽപ്പിക്കാം നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിത് നിസ്സാരമായി കാണരുത്. നമുക്കാണ് ദൈവം അധികാരം തന്നിരിക്കുന്നത്, അവനല്ല. അവൻ ഇതുപോലെയുള്ള തന്ത്രങ്ങളിട്ട് നമ്മളെ പേടിപ്പിക്കാനും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ അവൻ അറിയത്തുള്ളൂ. എന്നാൽ സർവ്വ അധികാരവും സർവായുധ വർഗവും എല്ലാം നമുക്കാണ് ദൈവം നൽകിയിരിക്കുന്നത്. അത് ധരിച്ചെഴുന്നേറ്റ് നമ്മൾ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങണം. ഹല്ലേലൂയ. എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കരുത്. കർത്താവിനോട് പറയണം, അപ്പാ എന്നെ ആയുധവർഗം ധരിപ്പിക്കണം. ഞാൻ റെഡിയാണ്, ഒരു സ്പിരിച്വൽ വാർഫെയറിന് റെഡിയാണ്. ഞാൻ മൂലം എൻ്റെ ദേശം സ്വതന്ത്രമാകുമെങ്കിൽ, ഹല്ലേലൂയ, അനേകം മക്കൾ രക്ഷയിലേക്ക് വരുമെങ്കിൽ, എനിക്ക് അപ്പനെ അനേകരോട് അറിയിക്കാൻ കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, അങ്ങനെ ഒരു വാർഫെയറിനായി ഞാൻ തയ്യാറാവുകയാണെന്ന് ദൈവത്തോട് പറയണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇത്ര പേർക്ക് മനസ്സിലായി? ചെറിയ രീതിയിലാണ് പറഞ്ഞത്. ടങ്സിൽ പ്രാർത്ഥിക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷെ സമയം തീർന്നു പോയി പറഞ്ഞു വന്നപ്പോൾ. നമുക്ക് അടുത്ത ആഴ്ച ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഏറ്റുപറയുക. അടുത്ത ആഴ്ച നമുക്കൊരു വാർഫെയർ ടങ്സിലോട്ട് വന്ന് ടങ്സിൽ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. മനസ്സിലായി? ഓക്കെ, സ്തോത്രം. സാത്താനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യുമെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ വചനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ അവസാനം കയറിയവർക്കാണെങ്കിൽ അത് മനസ്സിലാകില്ല. ഞാനത് യൂട്യൂബിലിടുമ്പോൾ നിങ്ങൾ കാണുക, അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ. ഇനിയിപ്പോൾ ഒന്നേന്ന് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വാർഫെയറിന് വേണ്ടിയിട്ടുള്ള വചനങ്ങളൊക്കെ പറഞ്ഞു തന്നു. 91 സങ്കീർത്തനം മുഴുവനായിട്ട് നിങ്ങൾക്ക് വായിക്കാം. അതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. നിങ്ങളുടെ സമയം പോലെ അത് വായിക്കുകയും ഇതുപോലെ യുദ്ധം ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ജഡരക്തങ്ങളോട് പോരാടേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. പല രോഗങ്ങളിൽ നിന്നും നിങ്ങൾ സ്വതന്ത്രമാകും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇതിലൊത്തിരി പേർക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളെല്ലാം ദൈവം പടയാളികളായിട്ട് കണ്ടിരിക്കുക കേട്ടോ. കേവലം ഒരു സാധാരണ മനുഷ്യരല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ പടയാളികളാണ്. ഹല്ലേലൂയ. യുദ്ധത്തിന് വേണ്ടി ഇറങ്ങാമോ? ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, നല്ല സമയത്തിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നപ്പാ. കർത്താവിൻ്റെ അത്ഭുത കരങ്ങൾ ഓരോ മക്കളുടെ മേലും ഇപ്പോൾ ഇറങ്ങി വ്യാപരിക്കണം. എല്ലാവരെയും അങ്ങ് സർവായുധ വർഗം ധരിപ്പിച്ച് കർത്താവെ ഒരു സ്പിരിച്വൽ വാർഫെയറിനായിട്ട് അവരെ തയ്യാറാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിൽ എന്നെ കാണുന്ന മക്കൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആരെല്ലാമാണോ ആത്മാവിൽ ഇങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരത്തോടെ എൻ്റെ ദൈവം അവരെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ പ്രാർത്ഥനാ മുറി ഒരു ഫൈറ്റിങ്ങിൻ്റെ മുറിയായി മാറണം. പിശാചിൻ്റെ ആ മണ്ഡലത്തോട് എതിർത്തുകൊണ്ട് അവർ ഈ നാളുകളിൽ മുന്നോട്ട് കയറി വരണം. അവരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരകരായി അവർ എഴുന്നേൽക്കണം. അവരുടെ ഭവനത്തിൻ്റെ പരിഹാരകന്മാർ, അവരുടെ ദേശത്തെ സ്വതന്ത്രമാക്കുന്നവർ, രാജ്യങ്ങളെ സ്വതന്ത്രമാക്കുന്നവരായിട്ട് പ്രിയമക്കൾ എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദാവീദ് പറഞ്ഞതുപോലെ യുദ്ധത്തിനായി എൻ്റെ വിരലുകളെ ദൈവം അഭ്യസിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അഭ്യസിപ്പിക്കണമേ പ്രിയമക്കളെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അങ്ങയുടെ അത്ഭുതകരം ചലിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, എല്ലാ മക്കളെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരൊരു അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കുന്നതിനായി നന്ദി. കർത്താവേ, ഇതിനകത്ത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എല്ലാവരും. യേശുവിൻ്റെ നാമത്തിൽ അവരങ്ങനായി തീരട്ടെ.
അവരുടെ ഒരു സെൽഫ് ഡെലിവറൻസ് ചെയ്യുന്നവരായി അവർ എഴുന്നേൽക്കും. സ്വയം ഡെലിവറൻസിലേക്ക് വരട്ടെ, അനേകരെ വിടുതലിലേക്ക് കൊണ്ടുവരട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരം തൊട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ടങ്സിൽ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും ഞാൻ ആഗ്രഹിക്കുന്നതാണ്, പക്ഷേ സമയം വളരെ വേഗം പോകുന്നതുകൊണ്ട് പറ്റുന്നുമില്ല. അടുത്ത ആഴ്ച എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ, സംശയങ്ങൾ ഉണ്ടാകുന്നെങ്കിലൊക്കെ എഴുതി വയ്ക്കുക. നമുക്കത് ഡിസ്കസ് ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.